അവർക്ക് ടിക്കറ്റ് ചെയ്യല്ലേ അയ്യോ ഇവൾ ഇങ്ങോട്ട് ചേവന് നിന്നോട് പറഞ്ഞാലോ എന്നോട് പറഞ്ഞില്ല പിന്നെ എല്ലാത്തിനെയും മലപ്പുറത്തിനോട് തുളക്കണേ ഈ നീയൊക്കെ പലക്കെ ചൂടിയ പോകുന്ന പോടാ അങ്ങനെ മഴയുടെ പരിപാടി ഇന്ന് വൈകിട്ട് ഫ്ലാറ്റോട്ടത്തിൽ തറവാട്ടിൽ നടക്കുന്നതാണ്. എല്ലാ കുടിയന്മാരും പങ്കെടുക്കുന്ന കുടിയന്മാരെ ചേർന്നിട്ട് ഗ്ലാസ് കൊണ്ടുവരേണ്ട, അല്ലെങ്കിൽ കള്ളില്ല. ചട്ടോലെ അങ്ങനത്തെ എവിടെ നേരം ഇന്ന് സുപ്രീമനാണെങ്കിൽ നാളെ ഭാഗ്യം വരെ. അയ്യോ മറ്റന്നാ പിന്നെ അയ്യോ നമ്മളിവിടെ ഒരുമിച്ച് കൂടിയിരിക്കുന്നത് എന്റെ ഭാര്യയുടെ
ഖേദം പ്രകടിപ്പിച്ചുകൊണ്ട്. എന്നിരുന്നാലും അദ്ദേഹത്തിന് വേണ്ടി നമുക്ക് അദ്ദേഹത്തിന്റെ ദീർഘായുസ്സിന് വേണ്ടി നമുക്ക് ഒരു നിമിഷം കുട്ടിപ്പായി പ്രാർത്ഥിക്കാം. അങ്ങനെ എന്താണ് സംഭവിച്ചത്? ഇത് ഉത്തരകൊറിയയിൽ ഇന്നെന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? ഇതിലേക്ക് നമ്മൾ വരികയാണ്. ഇവിടെ എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് ചോദിച്ചാൽ അപ്പച്ചനാകെ പറഞ്ഞിട്ടുള്ള വീട് രണ്ടറ്റം പറമ്പ് അത് എലി പിടിക്കാൻ. കുടുംബത്തിക്ക് പരിപാടി നടക്കുക. അതായത് വെള്ളിയാഴ്ച എന്റെ കണ്ട ചത്തു മോള് പോയിട്ട് വേറെ ദിവസം കേട്ടോ. ഏടോ കണ്ണ പിടിക്കാനാ പലവട്ടം പറഞ്ഞിട്ട് അവിടെ ഇവിടെ പോയി പറയരുത് അവളെ കവിതയെ തെളിവ് നമ്മളെ അമ്മയ്ക്ക് ഒരു ചിരട്ട് കെട്ടിയതേ ഉള്ളു, തെളിവില്ല. ഇവളെ കുഞ്ഞമ്മളല്ല പിടിച്ചു മക്കളെ അപ്പച്ച ഇവളൊന്നും ആരല്ല പറപ്പച്ച അപ്പച്ച ക്രിസ്മസ് വിളിച്ചപ്പോ നിങ്ങൾക്ക് അടുത്ത് വരാൻ കഴിയേ? ഇപ്പൊ ഞാൻ മരിച്ചു പറഞ്ഞപ്പോ നിങ്ങൾക്ക് അങ്ങനെ വരാൻ തോന്നിയല്ലോ. എന്താ പോലെ Yes, I'm
കുടുംബക്കാർ പറയിപ്പിക്കാൻ അവനെ ഉണ്ടായിക്കോളും. മനസ്സിലാക്കിയല്ലോ. അതിന് നീയാണ് തന്നെ വേറൊരു കണ്ണാടി ഉണ്ടായിരുന്നത് അവനെന്ത് അവർക്ക് സ്വത്തൊന്നും നിങ്ങളെന്റെ മക്കളാണ്, ഇവരൊക്കെ എന്റെ മക്കളാണ്. അപ്പൊ ഞാനോ അതെനിക്ക് ഇന്ന മോളെ നമുക്കൊക്കെ സുഖമല്ലേ? എല്ലാ സഹോദരി സഹോദരന്മാരെയും ഒരുപോലെ സൗഹാർദ്ദത്തോട് കൂടെ നിൽക്കുക. മോളെ സ്വപ്നം അതിനേക്കാണ് ഞാൻ പറയുന്നത്. ഇവരൊന്ന് പറയിപ്പിക്കണം, എനിക്ക് പറ്റിയ തെറ്റാണ്. എനിക്ക് അങ്ങനെ പറ്റുന്ന കാലത്തെ വായിച്ചു പറയിപ്പിക്കും. ആണല്ലോ, അത് നിങ്ങൾ കേൾക്കണം. പക്ഷേ അത് മോളെ മോളെ ഇല്ല എന്ത് ഞാൻ എന്റെ സ്വന്തം മോളെ പോലെ കണ്ടത്. എനിക്ക് അതൊക്കെ വാഴുന്നു. മോളെ അപ്പച്ചനെ ഞാൻ എങ്ങോട്ട് വിടില്ല അപ്പച്ച. ഇത്രയും കാലം ഞാൻ കഷ്ടപ്പെട്ടുണ്ടാക്കി സ്വത്ത് കേൾക്കും തൊട്ട് ഞാൻ ഇപ്പോഴത്തെ പോയി കളിച്ചതല്ല. നിങ്ങളെല്ലാവരും ഇപ്പൊ ഒരു കാര്യം പറയുന്നുണ്ട്. നിന്റെ ചെറുതിന്റെ കാര്യം എന്നോട് പറയണ്ട. ഇത്രയും കാലം അപ്പച്ചോട് ഉണ്ടായിട്ട് നീക്കൊന്ന് വരാൻ പറ്റുള്ളൂ. പോയിക്കോട്ടെ. ഞങ്ങള് വരട്ടെ. നിങ്ങളൊന്ന് പോയിക്കാണ്. നിനക്ക് നിന്റെ ഭർത്താവിന്റെ അവിടെ പോയി കഴിക്കണോ? കൊച്ചിനെ കൂടി കണ്ടത് കാര്യമുണ്ടെന്നൊക്കെ പറഞ്ഞേ ഓരോ കുടുംബനായിട്ട് പോണോ അപ്പച്ച കുമ്പളായി ഒരു വിധിയുട്ടി ഞങ്ങളെ കൊണ്ടുപോയിക്കണം അപ്പച്ചൻ. അത് എന്നോട് പറയുന്നത്. നിനക്ക് നിന്റെ ഭർത്താവില്ല, അവന്റെ കൂടെ പോയിക്കോ. ഞാൻ നിന്റെ കാമിയുടെ കൂടെ പോട്ടെ. പ്രിയപ്പെട്ട തമിഴായി അപ്പൊ ഏകദേശം കാര്യങ്ങൾ തീരുമാനമായ സ്ഥിതിക്ക് ഈ ചോമച്ചൂട്ടിന്റെ ഒരു കാര്യം പറയാം. ശിവുജി
കല്യാണം
നിറഞ്ഞ കയ്യടികളോട് കൂടിയിട്ട് നമുക്ക് സ്വാഗതം ചെയ്യാം മറിയം റിസോർട്ട് ഡിപ്പാർട്ട്മെന്റ് ഓഫ് കൊമേഴ്സ്. Association and Durga PP from Physics Association. മൂന്ന് പേരും 13 പോയിന്റ്സുകളോട് കൂടിയാണ് സാഹിത്യ പ്രതിഭാ പട്ടം കരസ്ഥമാക്കിയിരിക്കുന്നത്. വിജയികൾക്ക് അഭിനന്ദനം. കാവ്യയുടെ സാഹിത്യ പ്രതിഭകളെ ആദരിക്കാനുള്ള സമയമാണ് ഇനി. 3 പേർ കാവ്യിക സദാബാദിന്റെ സാഹിത്യ പ്രതിഭകളായിരിക്കുന്നു. മുഹമ്മദ് മർഹം ഹിസ്റ്ററി ഡിപ്പാർട്ട്മെന്റ്, ഹനീന പി ബോട്ടണി ഡിപ്പാർട്ട്മെന്റ്, ദുർഗ പി ഫിസിക്സ് ഡിപ്പാർട്ട്മെന്റ്. ബന്ധപ്പെട്ട വിജയികൾ എത്രയും പെട്ടെന്ന് പുരസ്കാരം ഏറ്റുവാങ്ങാൻ വേദിയിലേക്ക് കടന്നു വരേണ്ടതാണ്. അലങ്കരിക്കുന്നതിന് വേണ്ടിയിട്ട് ക്ഷണിച്ചുകൊള്ളുന്നു. വേദിയിലിരിക്കുന്ന ചീഫ് ഗസ്റ്റ് ശ്രേയ ജയരി, പ്രിൻസിപ്പൽ ഡോക്ടർ അസീസ്, ഫൈൻ ആർട്സ് സെക്രട്ടറി ദാനിഷ് സീറ്റൻ, ആശംസകൾ അർപ്പിച്ച് സംസാരിക്കാൻ എത്തിയിട്ടുള്ള നമ്മുടെ യൂണിയൻ അഡ്വൈസർ ബാസിം സർ, അതുപോലെ തന്നെ അജ്മൽ സർ, ഫൈൻ ആർട്സ് കോർഡിനേറ്റർ, യൂണിയൻ ജനറൽ സെക്രട്ടറി ഫവാസ് കെ, മറ്റു വേദിയിലിരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ, മറ്റു എൻ്റെ സദസ്സിലിരിക്കുന്ന അധ്യാപകരെ, വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, വളരെയധികം സന്തോഷമുണ്ട് ഇങ്ങനെ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുമ്പോൾ. ഒരുപാട് ആദ്യമായിട്ട് നമ്മുടെ ഈ പരിപാടി ഇത്രയും ഭംഗിയായി ഇവിടെ നടത്താൻ വേണ്ടി ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചിട്ടുള്ള നമ്മുടെ യൂണിയൻ മെമ്പേഴ്സ്, അതുപോലെ തന്നെ ഫൈൻ ആർട്സ് കോർഡിനേറ്റേഴ്സ്, അതുപോലെ നമ്മുടെ സംഘാടന സമിതി, എല്ലാവർക്കും ആദ്യമായിട്ട് തന്നെ ഹൃദയത്തിൻ്റെ അടിത്തട്ടിൽ നിന്ന് നന്ദി പറയുകയാണ്. നമുക്കറിയാം, കുറേ ദിവസം ഇത്രയും ടൈറ്റ് ഷെഡ്യൂളിൻ്റെ ഇടയ്ക്ക് ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് നമ്മൾ ഇങ്ങനെ ഓഫ് സ്റ്റേജൊക്കെ നടത്തിയിട്ടുള്ളത്. നമുക്കറിയാം, തുടർച്ചയായിട്ട് നമ്മുടെ എക്സാമുകളും PG എക്സാമുകളൊക്കെ ആയിട്ട് അവരൊക്കെ കൺസിഡർ ചെയ്തുകൊണ്ടാണ് നമ്മൾ ഓരോ ഓഫ് സ്റ്റേജ് നടത്തിയിട്ടുള്ളത്. PG അതുപോലെ തന്നെ ഇന്നും പല എക്സാമുകൾ നടക്കുന്നുണ്ട്. അതൊക്കെ കൺസിഡർ ചെയ്തിട്ട് തന്നെയാണ് നമ്മൾ ഓരോ പരിപാടികളും വെച്ചിട്ടുള്ളത്. ഏതായാലും ഈ ഒരു പരിപാടി നമുക്കറിയാം, ഒരുപാട് എന്തായാലും കൂടുതലൊന്നും പറയുന്നില്ല. ഈ വൈകിട്ടുകളിൽ നമുക്കറിയാം 19-ാം തീയതി നമ്മുടെ സീസൺ വരികയാണ്. ഏതായാലും കുറച്ച് ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ. ഞാനിവിടെ പറഞ്ഞു, ഫൈൻ ആർട്സ് ഇത്രയും ടൈറ്റായി വെക്കാൻ കാരണം നമ്മുടെ സീസൺ വന്നതുകൊണ്ടാണ്. ഏതായാലും 19-ാം തീയതി നമ്മുടെ സീസൺ തുടങ്ങുന്നത് കൊണ്ട് തന്നെ നമുക്ക് EMA വെച്ചിട്ടാണ് നമ്മുടെ സീസൺ നടക്കുന്നത്. നമുക്ക് ഉറപ്പുണ്ട്, നമ്മുടെ ദാനിഷിൻ്റെ നേതൃത്വത്തിൽ സൗദാബാദിൻ്റെ മുറ്റത്തേക്ക് സീസോണിൻ്റെ കിരീടം കൊണ്ടുവരുന്ന ഉറപ്പ് നൽകുകയാണ്. അതിന് എല്ലാവിധ ബെക്കിങ്ങിൽ നിന്നുള്ള സപ്പോർട്ട് വിദ്യാർത്ഥികളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് അധ്യക്ഷ സ്ഥാനത്തേക്ക് പ്രിൻസിപ്പൽ അഡ്രസ് നിർവഹിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ പ്രിൻസിപ്പൽ ഡോക്ടർ അസീസ് കെ ക്ഷണിക്കുന്നു. കോളേജിലെ പ്രിയങ്കരനായ പ്രിൻസിപ്പൽ ഡോക്ടർ അസീസ് കെ സാറിനെ പ്രിൻസിപ്പൽ അഡ്രസ്സിന് വേണ്ടിയിട്ട് ക്ഷണിച്ചു കൊടുക്കുന്നു. Good evening. 2024-25 അക്കാഡമിക് ഇയറിൽ കോളേജ് യൂണിയൻ അവരുടെ
ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രോഗ്രാമും വളരെ ഭംഗിയായി അവസാനിപ്പിച്ചിരിക്കുകയാണ്. ഏതൊരു കോളേജുകളുടെയും ഏറ്റവും വലിയ ഉത്തരവാദിത്വം എന്നുള്ളതാണ് അവർ ഇന്ന് ഈ പരിപാടിയോടുകൂടെ കോളേജിൽ സമാപിക്കുന്നത്. വലിയ എഫേർട്ട് വേണ്ട ഒരു കാര്യമാണ് കോളേജ് തലത്തിലുള്ള ഓഫ് സ്റ്റേജ് മത്സരങ്ങൾ കംപ്ലീറ്റ് ആക്കുക, സ്റ്റേജ് മത്സരങ്ങൾ കംപ്ലീറ്റ് ആക്കുക എന്നുള്ളത്. ഈ കഴിഞ്ഞ 10 ദിവസത്തിനുള്ളിൽ 4 ദിവസത്തെ ഓഫ് സ്റ്റേജ് മത്സരങ്ങളും 2 ദിവസത്തെ സ്റ്റേജ് മത്സരങ്ങളും കംപ്ലീറ്റ് ആക്കിയിരിക്കുകയാണ്. ഇതിന് എഫേർട്ട് എടുത്ത കോളേജ് യൂണിയൻ്റെ ഫൈൻ ആർട്സ് സെക്രട്ടറി ഡാനിഷ് നല്ല ഹോംവർക്ക് നടത്തിയിട്ടുണ്ട്. വളരെ മനോഹരമായിട്ട് ഈ കാര്യങ്ങൾ കോർഡിനേറ്റ് ചെയ്യുന്നത് ഞാനത് നേരിട്ട് അനുഭവിച്ച വ്യക്തിയാണ്. ഡാനിഷിന് എല്ലാ അഭിനന്ദനവും അറിയിക്കാം. കൂടാതെ യൂണിയനിൽ നിന്ന് നൽകിയ ചെയർമാൻ ഷാമിൽ, സെക്രട്ടറി ഫവാസ്, കോളേജ് യൂണിയൻ മുഴുവൻ അംഗങ്ങൾ, അസോസിയേറ്റ് സെക്രട്ടറീസ് അവരാണിത് കോർഡിനേറ്റ് ചെയ്തത്. ഡിപ്പാർട്ട്മെൻറ്റ് തലത്തിലുള്ള കോർഡിനേഷൻ സെക്രട്ടറിമാരാണ് നടത്തിയത്. എല്ലാവരുടെയും ഒരു കൂട്ടായ വർക്ക് ഇതിലുണ്ടായിട്ടുണ്ട്. മുഴുവൻ യൂണിയൻ ഭാരവാഹികളെയും ഒരിക്കൽ കൂടി അനുമോദിക്കണം. പിന്നെ ഇതിന് അധ്യാപകർക്ക് നേതൃത്വം നൽകിയ സ്റ്റാഫ് അഡ്വൈസർ വാസിം, അതേപോലെ തന്നെ ഫൈനാൻസ് ഡയറക്ടർ അജ്മൽ സാർ, ഇവർ രണ്ടുപേരാണ് പറയുന്നത്. നേരത്തെ PSMO ഒരു സാറുണ്ടായിരുന്നു, ഇംഗ്ലീഷ് ഡിപ്പാർട്ട്മെന്റ് അബ്ബാസ് സാർ ഉണ്ടായിരുന്നു. അബ്ബാസ് സാർ എന്ന് പറഞ്ഞാൽ ഫൈൻ ആർട്സ് അവിടെ പരസ്പര പൂരകങ്ങളായ 2 വാക്കാണ്. ഈ വർഷത്തോടുകൂടെ അജ്മൽ സാറിന് ആ ഒരു പട്ടം നമുക്ക് അന്വയിച്ച് നൽകാം. ഞാൻ വളരെ മനോഹരമായിട്ട് സാർ ഇടപെട്ടുകൊണ്ട്, കാരണം എല്ലാ ഷെഡ്യൂളും കാര്യങ്ങളൊക്കെ കൃത്യമാക്കിക്കൊണ്ട് അതിൻ്റെ പിന്നാലെ ഓടി നടന്ന് കാര്യങ്ങൾ ചെയ്തു. അബ്ബാസിം സാറെ അജ്മൽ സാറെ കൂടെ അനുമോദിക്കും. ഏറ്റവും പ്രിയങ്കരിയായ ഇന്ന് നമ്മുടെ PSMO കോളേജ് ക്യാമ്പസിലേക്ക് കയറി വന്ന പ്രിയപ്പെട്ട ഗായിക ശ്രേയയുടെ അമ്മ കൂടെ വന്നിട്ടുണ്ട്. പ്രിയപ്പെട്ട ശ്രേയയുടെ അമ്മ, കോളേജിലെ യൂണിയൻ ഭാരവാഹികൾ, അധ്യാപകർ, അനധ്യാപകർ, ഏറ്റവും പ്രിയപ്പെട്ട കുട്ടികൾ. നമ്മുടെ PSMO കോളേജിൽ ഒരു വർഷത്തെ കലാമത്സരങ്ങൾ അവസാനിപ്പിച്ച ഈ വേദിയിൽ PSMO കോളേജിലേക്ക് അതിഥിയായി കയറി വന്ന നിങ്ങളെപ്പോലെ, എന്നെ മുമ്പിൽ ഇരിക്കുന്ന കുട്ടികളെപ്പോലെ തേവര സേക്രഡ് കോളേജിലെ വിദ്യാർത്ഥിയാണ് ശ്രേയ. അപ്പോൾ അവരുടെ കോളേജിലേക്ക് പോയതുപോലെ മറ്റൊരു ക്യാമ്പസിൽ ഞാൻ പരിചയപ്പെടുത്തിയിരിക്കുന്ന PSMO കോളേജ് ക്യാമ്പസ് കലാമത്സരങ്ങൾക്ക് ഏറ്റവും പ്രാധാന്യം കൊടുക്കുന്ന ഒരു ക്യാമ്പസാണ് PSMO കോളേജ്. മിക്ക വർഷങ്ങളിലും സീസൺ കിരീടം ഞങ്ങൾ അവകാശമായിട്ടാണ് കൊണ്ടുപോകാറ്. അടുത്ത ആഴ്ച ആ മത്സരം നടക്കുകയാണ്. കുട്ടികളതാണ് പ്രഖ്യാപിച്ചത്, സെക്രട്ടറി പ്രഖ്യാപിച്ചു. ഈ വർഷവും സീസൺ കിരീടം PSMOനെ കാണുന്ന ഓൾറെഡി പ്രഖ്യാപിച്ചു കഴിഞ്ഞു. അതിന് എല്ലാ കുട്ടികളെയും ഇന്നത്തെ പോലെ ഈ പരിപാടികൾ സഹകരണം പോലെ തന്നെ തുടർന്ന് നിങ്ങളുടെ സഹകരണം ഉണ്ടാവണം. ശ്രേയക്ക് എല്ലാം നന്ദി അറിയിക്കുകയാണ്. ഞങ്ങളെ ക്യാമ്പസിലേക്ക് വന്നതിന് നല്ല പാട്ടുകളൊക്കെ പാടിക്കൊണ്ട് ഈ സദസ്സ് ധന്യമാക്കും. ഞാൻ കൂടുതൽ പറയുന്നില്ല. ഒരിക്കൽ കൂടെ മുഴുവൻ കുട്ടികളെയും അനുമോദിച്ചു. ഇങ്ങനെ ഇപ്രാവശ്യം കണ്ട ഒരു പ്രത്യേകത, പൊതുവെ PSMOയിൽ ഒരു സംസാരമുണ്ട്, മുകളിൽ നിന്ന് എല്ലാം ഒരാൾ കാണുന്നുണ്ട്. അത് സത്യമാണ്. മുകളിൽ നിന്ന് ഒരാൾ കാണുന്നുണ്ട് മുഴുവനും. ഞാൻ മുകളിൽ നിന്ന് കണ്ടിട്ടുണ്ട് മുഴുവനും. ഓക്കെ, ഇവിടെ നടക്കുന്ന പരിപാടികളും സെമിനാറിന് പരിപാടിയൊക്കെ ഞാൻ വീക്ഷിച്ചിട്ടുണ്ട് എന്നുള്ളത് സത്യമാണ്. ഇപ്രാവശ്യം കണ്ടൊരു വ്യത്യാസം എന്ന് പറഞ്ഞത് ഓഡിയൻസിൻ്റെ പാർട്ടിസിപ്പേഷൻ ആയിരുന്നു. ഓഡിറ്റോറിയത്തിൽ മുഴുവൻ സമയവും കുട്ടികൾ ഇരുന്ന പരിപാടികൾ കണ്ട് നല്ല സപ്പോർട്ട് നൽകുന്നതാണ്. ഇതേപോലത്തെ സപ്പോർട്ട് സീസോൺ പരിപാടികൾ നൽകുമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് എൻ്റെ പ്രിൻസിപ്പലായിട്ട് സംസാരിപ്പിക്കുന്നു. ജയ് ഹിന്ദ്. അടുത്തതായി നമ്മുടെ ഏവരും ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന നമ്മുടെ ചീഫ് ഗസ്റ്റ് ശ്രേയ ജയദീപിനെ സൗദാബാദിൻ്റെ മുറ്റത്തേക്ക് ആർദ്രമായി സ്വാഗതം ചെയ്യുന്നു. പെട്ടെന്ന് പ്ലാൻ ചെയ്തുകൊണ്ട് എൻ്റെ ട്രാക്കൊന്നുമില്ല, ഞാൻ ജസ്റ്റ് ട്രാക്കില്ലാതെ പാട്ടാണ്. പക്ഷെ എനിക്ക് ഉറപ്പാണ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാണ്. അപ്പം കൂടെ പാടണം, പാടില്ലേ? ഓക്കെ. പൂങ്കുഴലൂതാൻ പോകും പാൽമുളം കാറ്റ് ആലിലറിയുകാവിൽ പോയി വരീണം താമരത്തോടിൽ പോകും നീലനീരും വേണ്ടിടുവോളം കണ്ണിൽ നിന്നകൽ
നിന്നെ ചായുറക്കാൻ മതിയാകാകല്ല ഞാനാ പൂമരത്തിൽ വളരും കുഞ്ഞുമൊട്ടെ നിന്നെ തുള്ളിടുന്നീ വസന്തം കാത്തിരിപ്പൂ ആട്ടുതൊട്ടിൽ കൂട്ടിനുള്ളിൽ കണ്ണടിയേ ചിപ്പിയുള്ളിൽ മുത്തുപോലെ പൊന്മകളെ എന്നും ഇന്നും പിന്നരിക്കാം ഓമനിക്കാം ചക്കരപ്പം നെറ്റിയിലോ പൊട്ടുതൊടാം നീ പകരും പുഞ്ചിരികൾ കണ്ടു നിന്നാളുറഴക് നീ പിടഞ്ഞാൽ ഇന്നുവരിൽ നിന്നെ ചായുറക്കാൻ മതിയാകാകല്ല ഞാനാ പൂമരത്തിൽ വളരും കുഞ്ഞുമൊട്ടെ മെല്ലെ പൂവിടുന്നീ വസന്തം കാത്തിരിപ്പൂ ആ കലാകിരീടം സൗദാബാദിന്റെ മണ്ണിൽ എത്തിക്കാൻ കഴിയുമെന്ന് ഉറപ്പിച്ചു പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് കിടക്കുകയാണ്. ആദ്യമായി ഇവിടെ ചീഫ് ഗസ്റ്റായി എത്തിയിട്ടുള്ള ടോപ്പ് സിംഗർ ശ്രേയ ജയദീപിനെ ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ വളരെയധികം ബഹുമാനപ്പെട്ട നമ്മുടെ പ്രിൻസിപ്പൽ ആർട്സിനായിക്കോട്ടെ സീസോണായിക്കോട്ടെ എപ്പോഴും നമുക്ക് വേണ്ടി റൂമുകളും എല്ലാ സഹകരണങ്ങളും നമുക്ക് വേണ്ടി തന്നിട്ടുണ്ട്. അപ്പോൾ പ്രിൻസിപ്പൽ അഡ്രസ്സിന് വേണ്ടി അസീസ് സാറിനെയും ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അതുപോലെ തന്നെ ആശംസ ഇതിനു വേണ്ടി നമ്മുടെ യൂണിയൻ അഡ്വൈസർ ബാസിം സാറിനെ ഞാൻ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. പിന്നെ ഫൈനാൻസ് കോർഡിനേറ്റർ ആയിട്ടുള്ള അജ്മൽ സാർ കുറച്ച് ദിവസങ്ങളിലായി ആർട്സ് ദിവസങ്ങളിലെ മാറ്റങ്ങളും കുറേയധികം ബുദ്ധിമുട്ട് സഹിച്ചിട്ടുണ്ട് അദ്ദേഹം. അപ്പോൾ നമുക്കറിയാം നമ്മുടെ ഫൈനാൻസ് കോർഡിനേറ്റേഴ്സായിട്ട് 2 അധ്യാപകരാണുള്ളത് കോളേജിൽ. അസീഫ് സാർ അഭാവത്തിലും ഞാൻ സ്വാഗതം അർപ്പിക്കുകയാണ്. അസീഫ് സാർ ഇല്ലാഞ്ഞിട്ട് പോലും അജ്മൽ സാർ ഒരു കുറവ് പോലും വരുത്താതെ എല്ലാ ആർട്സിനേക്കാളും എത്രയോ ഭംഗിയായി ഇക്കാലത്ത് കാര്യങ്ങൾ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. വളരെ കൃത്യമായി 2 ദിവസങ്ങളിലാണെങ്കിലും വളരെ ഭംഗിയായി സമയം ബാക്കിയായിട്ടാണ് നമ്മൾ ഇന്ന് സീസോണിൻ്റെ ഒപ്പനയൊക്കെ വേദിയിൽ കേട്ടിട്ടുള്ളത്. അപ്പോൾ അതിനധികം വളരെയധികം നന്ദിയും ഈ പരിപാടിയിലേക്ക് സ്വാഗതം കൂടി അർപ്പിക്കുകയാണ്. പിന്നെ യൂണിയൻ ചെയർമാനായിട്ടുള്ള ഷാമിൽ, അതുപോലെ തന്നെ ജനറൽ സെക്രട്ടറി, മറ്റു വേദിയിലും സദസ്സിലിരിക്കുന്ന എല്ലാവരെയും ഒറ്റ വാക്കിൽ സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു.
മലരായി
വളരെ പെട്ടെന്ന് അവസാനിപ്പിക്കും. ഇങ്ങനെ ഒരു ഫംഗ്ഷനുകൾ നടത്താൻ സാധിച്ചത്, ഇങ്ങനെ ഇത്രയും മനോഹരമായി നടത്താൻ സാധിച്ചത് നിങ്ങളുടെ എവരുടെയും പിന്തുണ കൊണ്ടാണെന്ന് എനിക്ക് നന്നായി അറിയാം. ഇന്ന് രാവിലെ 9 മണിക്ക് നാടകത്തിന് വേണ്ടി ഇവിടെ തിരശ്ശീല ഉയർന്നിട്ടുണ്ടായിരുന്നു. ഇന്നലെയും ഇന്നും നമ്മൾ രാവിലെ ഓഡിറ്റോറിയത്തിൽ നടത്തിയത് കോസ്റ്റ്യൂമോട് കൂടി മേക്കപ്പ് ചെയ്ത് നടത്തേണ്ട പരിപാടികളാണ്. ഇന്നലെ മൈമ് രാവിലെ 9 മണിക്ക് 9:30 സ്റ്റാർട്ട് ചെയ്തു. ഇന്ന് നാടകം സ്റ്റാർട്ട് ചെയ്തു. 9 മണിക്ക് നാടകം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഈ കുട്ടികൾ എത്ര നേരത്തെ വന്ന് അതിനുവേണ്ടി ഒരുങ്ങി, സംഘാടകരും അതിനുവേണ്ടി ഇത്രയും അറേഞ്ച്മെന്റ്സ് ചെയ്തതുകൊണ്ടാണ്, ജഡ്ജസ് അടക്കമുള്ളവർ എത്തിയത് കൊണ്ടാണ് നമുക്ക് ഈ പ്രോഗ്രാംസ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റിയത്. മാത്രമല്ല, കഴിഞ്ഞതിൽ നിന്ന് വ്യത്യസ്തമായി, കഴിഞ്ഞ വർഷത്തിൽ നിന്ന് വ്യത്യസ്തമായി പ്രോഗ്രാം അവസാനിക്കുന്നതും ഷെഡ്യൂൾഡ് ടൈമിൽ തന്നെ ആക്കാൻ നമുക്ക് ഇത്തവണ കഴിഞ്ഞു. ഇതിന് പിന്നിൽ പ്രവർത്തിച്ചത് കാര്യമായിട്ടും ഈ സംഘാടക സമിതിയാണ്. യൂണിയൻ മെമ്പേഴ്സ് ഉണ്ട്, അവരുമായി സഹകരിച്ച്, അസോസിയേഷൻ സെക്രട്ടറിയുമായി സഹകരിച്ച് പ്രവർത്തിച്ച ഡിപ്പാർട്ട്മെന്റിലെ വിദ്യാർത്ഥികളുണ്ട്, നമ്മളുമായി സഹകരിച്ച അധ്യാപകരുണ്ട്. എല്ലാവരോടും ഞാൻ ഈ അവസരത്തിൽ നന്ദി പറയാനാണ് ആഗ്രഹിക്കുന്നത്. ഞങ്ങളുമായി സഹകരിച്ച എല്ലാവരെയും ഹൃദയപൂർവ്വം നന്ദി അർപ്പിക്കുന്നു. അതുപോലെ ഇനി 19-ാം തീയതി മുതലുള്ള സീസൺ മത്സരങ്ങളിൽ നിങ്ങളുടെ ഇനിയുമുള്ള പരിശ്രമങ്ങൾ, ഇതിലുപരി ഉള്ള പരിശ്രമങ്ങൾ ഉണ്ടാവണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട്, ഇതുവരെ ഈ കഴിഞ്ഞ 2 ദിവസങ്ങളിലായിട്ട് അല്ലെങ്കിൽ ഒരാഴ്ചയോളമായി നിരന്തരം ഇതിനു വേണ്ടി അധ്വാനിച്ച അജ്മൽ സാർക്ക് പ്രത്യേകം എൻ്റെ വ്യക്തിപരമായിട്ടും സ്ഥാപനത്തിൻ്റെ പേരിലും നന്ദി അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. നിങ്ങളെവർക്കും നന്ദി. ജയ് ഹിന്ദ്. താങ്ക് യു വാസിം സർ. കാതലായ കലയെ തേടി ഈ യാത്രക്ക് മുന്നിൽ നിന്ന് നയിച്ച ഏറെ പ്രിയങ്കരനായ ഗുരുനാഥൻ, കാവൈക പ്രശ്നങ്ങളൊന്നും കൂടാതെ പരിസമാപ്തി കുറിക്കുന്നതിൽ ഏറെ മുന്നിൽ നിന്ന് സഹായിച്ച പ്രിയപ്പെട്ട ഗുരു, സൗദാബാദിന്റെ ഫൈൻ ആർട്സ് കോർഡിനേറ്റർ, ഏറെ സ്നേഹത്തോടും നിറഞ്ഞ കയ്യടികളോടും കൂടി നമുക്ക് സ്വാഗതം ചെയ്യാം അജ്മൽ സർ. ആശംസാ പ്രസംഗത്തിന് വേണ്ടിയിട്ട് ഏറെ പ്രിയപ്പെട്ട അജ്മൽ സാറിനെ സാദരം ക്ഷണിക്കുന്നു. പ്രിയപ്പെട്ട മുഖ്യാതിഥി മിസ് ശ്രേയ, ബഹുമാനപ്പെട്ട പ്രിൻസിപ്പൽ ഷാമി, വാസിം സർ, വേദിയിലും സദസ്സിലുമുള്ള പ്രിയമുള്ളവരെ, ബഹുമാനികൾ, വളരെ സന്തോഷമുണ്ട് 2 ദിവസത്തെ കോളേജ് തലത്തിലുള്ള സ്വാഗതം ചെയ്യാം. ആദ്യം തന്നെ താങ്ക് യു സോ മച്ച്. എല്ലാവർക്കും ഹായ്. സുഖാണോ? ഓക്കെ, ഞാൻ വരാമെന്ന് പറഞ്ഞ ടൈമിൽ ഞാൻ എത്തിയില്ല. ഞാൻ വളരെ സോറി പറയണം. ഞാൻ കുറച്ച് 30 to 45 മിനിറ്റ്സ് ഞാൻ ലേറ്റ് ആയിരുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ ഇന്നലെ നമ്മുടെ മലയാളത്തിൻ്റെ ഭാവഗായകൻ എന്നറിയപ്പെടുന്ന പി ജയചന്ദ്രൻ സാർ ഇന്നലെ മരിക്കേണ്ടായപ്പോൾ സാറെ കാണാനൊരു അവസരം എനിക്ക് കിട്ടിയിരുന്നു കൂടി. അപ്പം അവസരം കിട്ടിയപ്പോൾ ഞാൻ നേരെ തൃശ്ശൂരേക്ക് പോയി. തൃശ്ശൂരിൽ നിന്ന് നേരെ ഇപ്പം അങ്ങോട്ട് കോളേജിലേക്ക് വരികയാണ്. അതുകൊണ്ടാണ് ലേറ്റായി പോയത്. അപ്പം ഞാൻ ആദ്യം തന്നെ ഇപ്പം ഇവിടെ നേരത്തെ രാംമോഹൻ ഒരു നല്ല പാട്ട് പാടി, പി ജയചന്ദ്രൻ. അപ്പം ഞാനും ഒരു 4 വരി പാട്ട് പാടാം. അപ്പോൾ അതിനു മുൻപ് നമുക്ക് സാർക്ക് വേണ്ടി കുറച്ച് നേരം ഒന്ന് പ്രാർത്ഥിക്കാം. കേടാതെ കാത്ത പുഞ്ചിരി സ്വയം മറന്നിടാ ഈ ആശകൾ മൺതോണിയുമായി തുഴഞ്ഞരികെ ഞാൻ വരാം. നിങ്ങൾ പാടോ? ഞങ്ങൾ പാടുന്നില്ല.
മഞ്ഞു